കയ്യാങ്കളി വേണ്ട, കയ്യാങ്കളി വേണ്ട. ഷാനവാസ്, നിവിൻ. ഇവിടെ പാൽ കവറിന്റെ ഏറ് കൊണ്ട് വീഴുന്ന ഷാനവാസിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അടുക്കളയിൽ സത്യം പറഞ്ഞ ഗുണ്ടായിസോണ് നടക്കുന്നത്. അക്ബറിന്റെ നേതൃത്വത്തിൽ ആര്യനും നിവിനൊക്കെ അക്ബറിന്റെ ശിങ്കിടിയാണ്. അവിടെ ഗുണ്ടായിസോണ് നടക്കുന്നത്. ഫുഡില്ലെന്ന് പറഞ്ഞാൽ ഫുഡില്ല, ഫുഡ് കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൊടുക്കൂല, അടുക്കളയിൽ കയറാൻ പറ്റില്ല, ആരെ അനുവദിക്കില്ല എന്നുള്ള ഒരു അട്ടഹാസ പരിപാടിയാണ്. ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, BP ഇതൊക്കെ ഉള്ളവരൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസിൽ വരണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ജീവനക്കാരും വലുതാണോടെ പണം? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആലോചിച്ചു, ശരിയാണ്, ഇവരെന്തിനാണ് വരുന്നത്? ബിഗ് ബോസ് ഇതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഒരാളുടെ ആരോഗ്യനില പരിശോധിച്ചിട്ടല്ലേ ബിഗ് ബോസിനകത്ത് കടത്തി വിടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ഒരു വീട്ടിനകത്ത് 100 ദിവസം പുറം ലോകങ്ങളുമായി ബന്ധമില്ല, നമ്മളെ കൂടപ്പറപ്പിനോ അല്ലെ ബന്ധുക്കളെ ഒന്നും കാണാൻ പറ്റാതെ നമ്മൾ വളരെ പ്രഷർ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. സമയത്തിന് ചിലപ്പോൾ ആഹാരം കിട്ടിയെന്ന് വരില്ല, ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരാറുണ്ട്, ഫിസിക്കലി ഉള്ള ടാസ്ക്. അപ്പൊ നമ്മൾ ഒരു വിധമൊക്കെ നമ്മളെ ബോഡി കണ്ടീഷൻ ഓക്കെ ആയിരിക്കണം. അപ്പം ഇത് എങ്ങാനും ഷാനവാസ് മറച്ചു വെച്ചിട്ടാണോ അവിടെ ബിഗ് ബോസിനകത്ത് വന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന മറ്റേ പുറത്ത് കാവലിരിക്കുന്ന 4 പേര് കാവലിരിക്കുന്ന ടാസ്കിൽ ഷാനവാസ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ ടാസ്ക് ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഷാനവാസിന്റെ വീട്ടിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് നമ്മളെ ലാലേട്ടൻ വന്ന് ഈ ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇത് ഷാനവാസ് ഒളിച്ചു വെച്ചിട്ടൊക്കെയാണോ ഈ ബിഗ് ബോസിൽ വന്നതെന്ന് ഞാൻ അതുകൊണ്ടാണ് സംശയിക്കുന്നത്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഷാനവാസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട് വളരെ വേഗം അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ പറയുന്ന യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അനിമോളിലാണ്. അനിമോള് ഇവർക്ക് ഈഗോ ആണ്, മനസ്സിലായത്. അതായത് മറ്റേ അടുക്കളയിലെ ഗുണ്ടാ സംഘത്തിനും പുറത്തുള്ള ഈ പെൺപടയ്ക്കും ഇവർക്ക് തമ്മിൽ ഈഗോ പ്രശ്നമാണ്. പക്ഷേ ഇന്ന് വളരെ ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അനീഷ് അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളി അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു. മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന കാര്യമൊക്കെ അതിലൊക്കെ സമ്മതിക്കണം. അത് ഇന്നലെ നടന്ന കാര്യങ്ങളിൽ പോലും അനീഷ് വളരെ വളരെ സൈലന്റ് ആയിട്ട് പുള്ളിക്ക് കൊടുത്തിട്ട് ആ ജോലി പുള്ളി ക്ലിയർ ആയിട്ട് ചെയ്ത് തീർക്കുന്ന കണ്ട്. ഇന്നലെയും നൂറ കാണിച്ചത് അഹങ്കാരമാണ്. പക്ഷെ ഒരു കാര്യം, ഈ ഗുണ്ടാ സംഘം, അതായത് അക്ബറിന്റെ നേതൃത്വത്തിലുള്ള നിവിൻ, ആര്യൻ, ഇവരുടെ ഈ ഗുണ്ടാ സംഘം വളരെ മാന്യമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇന്നലെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നൂറെടുത്ത് പറഞ്ഞതും വളരെ മാന്യമായിട്ടാണ്. ഇന്ന് അനുമോളെടുത്ത് ആ പാത്രം കഴുകി കൊടുക്കാനും പറഞ്ഞതും മാന്യമായിട്ടാണ്. പക്ഷെ ഇന്നത്തെ ഈ അനുമോളെടുത്ത് ഈ പാത്രം കഴുകി കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ അത് അനുമോള് തന്നെ കഴിവണമെന്നില്ല. അക്ബറിന് വേണമെങ്കിൽ ഇത്തിരി പൈപ്പിൽ വെള്ളം കാണിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കളയാനുള്ള ഒരു ഇഷ്യൂ ഉള്ളൂ. പക്ഷെ ഈഗോ, ഇവർ കഴുകിയാൽ മതി എന്നുള്ളൊരു സംഭവം. പക്ഷേ നിവിൻ ഇന്ന് പിന്നെ എല്ലാവർക്കും മറ്റേ സ്വാതന്ത്ര്യം അർദ്ധരാത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ആർക്ക് വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, ബിഗ് ബോസിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ആര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ടാസ്കിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ഈ ഫോട്ടോയിൽ കണ്ട ഈ മിഥുനങ്ങൾ മിക്കവാറും അടിച്ചു പിരിഞ്ഞ് പോകും തോന്നുന്നു കേട്ടോ. നാദിലെ നൂറയും ഈ പോക്കാണെങ്കിൽ നൂറയ്ക്കാണെങ്കിൽ ഇപ്പം ആര്യൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടോ എന്നൊരു സംശയം. ക്രഷ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആറാട്ടം തന്നെ ഓർമ്മ വന്നത്.